കൃഷ്ണ ജന്മാഷ്ടമിയാണെന്ന് പറഞ്ഞു. വൃന്ദാവനത്തിൽ ആദ്യമായിട്ട് ജനിച്ചതാണെന്ന് പറഞ്ഞു. ഇനി വേറെ ആർക്ക് പറയാം? ഇനി എന്താ വിശേഷം? വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? എന്തോ? വിളക്ക് കത്തിക്കാം. ഞാൻ തുടങ്ങിയില്ല, ജസ്റ്റ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഉണ്ണീസി നായർ ഒന്ന് വീഡിയോയിൽ വരുമോ? ചേട്ടനൊന്ന് വീഡിയോയിൽ വരുമോ? കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം വന്നത് ഉണ്ണിച്ചേട്ടൻ. ഞാൻ ആക്ച്വലി എന്റെ പേരെല്ലാം സൈൻ ചെയ്തത്. അപ്പൊ എന്റെ മക്കളെ ഇരിക്കുന്ന ഇരട്ടകളെ ട്വിൻസ്, രുചിത ഉണ്ണി, രുചിക ഉണ്ണി. ഓക്കെ, പക്ഷെ ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? വീഡിയോ ഓൺ ഇപ്പൊ ഓണാ. ആദ്യം വന്ന ആളാണ്. അതെ, പക്ഷെ ഞങ്ങൾ എന്റെ പേര് ഞാൻ എന്റെ പേരിലാണ് സൈൻ ചെയ്തത്. അപ്പൊ മാറ്റാനായിട്ടാണ് ഞാൻ നോക്കി, പക്ഷെ അത് മാറുന്നില്ലായിരുന്നു. നോ പ്രോബ്ലം. രുചിത, അതെ, രുചിത, പിന്നെ രുചിക നല്ല പേരാണല്ലോ. രുചിത. ഓക്കെ, അപ്പോൾ ജന്മാഷ്ടമിയുടെ കാര്യം പറഞ്ഞു. വൃന്ദാവനത്തിൽ കൃഷ്ണൻ ആദ്യമായിട്ട് ജനിച്ചതാണ്. പിന്നെ ആർക്കെങ്കിലും വിശേഷം പറയാനുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഏത് ശ്ലോക കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞത്? ബൈഹേർട്ട് ചെയ്യാൻ ശ്ലോകം തന്നായിരുന്നല്ലോ, ഏതാ? ഭഗവത്ഗീതത്തെ അക്ഷരാണാം അകാരോസ്മി. യെസ്, ഓക്കെ. എത്ര പേര് പാടി? എത്ര പേര് ചൊല്ലി? പറഞ്ഞു. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹം ഏവ ക്ഷയാഃ കാലോ ദാദഹാം വിശ്വതോ മുഖഃ. അതിന്റെ അർത്ഥം കൊടുന്ന് പറഞ്ഞോളൂ. മീനിങ് എത്രാമത്തെ ശ്ലോകമായിരുന്നത്? 10ാമത്തെ ചാപ്റ്റർ 23ാമത്തെ ശ്ലോകം. ഓക്കെ, ശരി. 33ാമത്തെ ശ്ലോകം. ഓക്കെ. Of letters I am the letter A, and among compound words I am the dual compound. I am also inexhaustible time, and of creators I am Brahma. സമ്മറൈസ് ചെയ്ത് കാണാതെ പറയാൻ പറ്റത്തില്ലല്ലേ? ഒന്നുമില്ല. അക്ഷരങ്ങളിൽ ഞാൻ ആ എന്ന ആദ്യ അക്ഷരമാണ്. കോമ്പൗണ്ട് വേർഡ്സില് ഞാനാണ്. ഇത്രേ ഉള്ളു. പിന്നെന്താ? കാലമാണ് ഞാൻ. ഐ ആം ദ ടൈം. ഫിനിഷ്. ഇത്രേ ഉള്ളു. അക്ഷരാണാമകാരോ അസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ ആദാഹം വിശ്വതോ മുഖഃ. ഇനി അത് ചെല്ലാം. ഇനി ആക്കിയല്ല, ഞാൻ പറയട്ടെ. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹം ഏവ ക്ഷയകാലോ ദാദഹാം വിശ്വതോ മുഖഃ. വെരി ഗുഡ്, വെരി ഗുഡ്. രുചിക, പിന്നെന്താ പേര്? രുചിക കണ്ടു, അനഘ കണ്ടു. രുചിത. ഭഗവത്ഗീത കയ്യിലുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ പിന്നീട് ഇത് അയച്ചു തരാം. ചില ശ്ലോകങ്ങൾ നമ്മൾ ചിലപ്പം കാണാതെ പഠിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതത്തിലെയും ചില കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പറയും. അപ്പം ഇതൊരു ക്ലാസ് മാത്രമല്ല, എന്താണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്, എന്താണ് സയൻസിലുള്ളത്, നമ്മുടെ പുരാതനമായ ശാസ്ത്രത്തിലുള്ളത്.
എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, ചില സമയത്ത് ആദ്യം വരുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ബോറടിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ വെറുതെ പോയിട്ട് ചിലപ്പോൾ ഉറക്കം തൂങ്ങുമായിരുന്നു. ചിലപ്പോൾ അതല്ല, ഒരു പഴം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോവുമായിരുന്നു, അല്ലെങ്കിൽ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം പോവായിരുന്നു. പക്ഷേ അങ്ങനെ വെറുതെ പോയി വെറുതെ കേട്ട് എങ്ങനോ ഇത് പഠിച്ചു. അപ്പൊ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഹരേ കൃഷ്ണ. ഓക്കെ, അനബി ചൊല്ലിക്കോളൂ. അക്ഷരാണം അകരോസ്മി ദ്വന്ദ്വസാമസ്യ തസ്യ അഹം ഏവ ക്ഷയാകാരോ ദാതഹം വിശ്വതോ മുഖഃ. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. ഇനി അടുത്തവര് ചൊല്ലുന്നതിന് മുമ്പായിട്ട്, ഇന്നൊരു പ്രത്യേക നമ്മുടെ ജന്മാഷ്ടമി ദിവസമാണ്. അപ്പോൾ നമുക്ക് വിളക്ക് കൊളുത്താം, എന്നിട്ട് ഭഗവാനെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയത്തില്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യു? എന്താ ആക്ച്വലി ജന്മദിനമാണ്. പക്ഷെ ആ വാക്കുകൾ, ജന്മദിന ആശംസകൾ, ആ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്ന വേറൊരു മീനിങ് എന്താണ് ആക്ച്വലി? ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ലേ? നമ്മള് നമ്മൾ ആ പിറന്നാൾ ആഘോഷിക്കുന്ന ആളിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയാണ്, ഇല്ലേ? ശരിയല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച ഭഗവാനെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യണ്ടേ? അല്ലേ? എല്ലാം തരുന്ന ഭഗവാന് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മള് ഭഗവാന് വിളക്ക് കൊളുത്തും. അതുപോലെ ഇന്ന് തുടങ്ങിയതുപോലെ ഓരോ ദിവസവും ഓരോ വീട്ടിലും നമുക്ക് ഇതേപോലെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. എന്താ? ഓരോ ആഴ്ച ഓരോ ദിവസം പറഞ്ഞാൽ മതി. ഈ ആഴ്ച ഞാൻ ചെയ്യാം, അടുത്ത ആഴ്ച എന്റെ വീട്ടിൽ ഞാൻ വിളക്ക് കൊളുത്തി വെക്കാം. അപ്പം അവിടെ ഒരു എന്താ ഒരു ഐശ്വര്യത്തിന്റെ ഒരു ഡയറക്റ്റ് റിഫ്ലക്ഷൻ, നമുക്ക് ഭഗവാന്റെ ഒരു സാന്നിധ്യം. ഇപ്പം വെർച്വലി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നമുക്ക് കാണിക്കേണ്ടി. ഓക്കെ, വിളക്ക് കൊളുത്താം. പുഷ്പൻജി വിളക്ക് കൊളുത്തിക്കോളൂ. വിളക്ക് കൊളുത്തുമ്പം ചില ഒരു മന്ത്രം ചൊല്ലും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പം ചിലർക്ക് ആദ്യമായിട്ടായിരിക്കാം. ആദ്യമായിട്ട് കേൾക്കുമ്പം വെറുതെ കേട്ടിരുന്നാലും മതി. ആദ്യമായിട്ടൊരു കുട്ടി ജനിക്കുമ്പം എങ്ങനെയാണ് ആ കുട്ടി ഭാഷകൾ പഠിക്കുന്നത്? കേട്ട് 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 ശ്രവണം, അല്ലേ? പിന്നെന്താ? പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? ആ ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. അതിനാണ് സ്മരണം. അതായത് ഇതിനെ ഉള്ളിന്റെ ഉള്ളിലോട്ട്, ഹൃദയത്തിലോട്ട് ഈ ശബ്ദത്തെ എടുത്ത് റെക്കോർഡ് ചെയ്യും, പ്രതിഷ്ഠിക്കും. അപ്പോൾ ഈ ശബ്ദത്തെ ഐഡന്റിഫൈ ചെയ്യാൻ, പിന്നെ വരുമ്പോൾ ഈ ശബ്ദം ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ശ്രവണം, സ്മരണം. ഇത് കഴിയുമ്പോൾ ആ കുട്ടി പതുക്കെ പതുക്കെ ഒരു ഗ്രോയിങ് സ്റ്റേജ് ആണ്. പിന്നെ പതുക്കെ പതുക്കെ എന്താണ് ചെയ്യുന്നത്? ഈ കുട്ടി അതേപോലെ ശബ്ദിക്കാൻ ശ്രമിക്കും, സംസാരിക്കാൻ ശ്രമിക്കും. ശ്രവണം, സ്മരണം, കീർത്തനം. ഈ 3 കാര്യങ്ങളാണ് ഭക്തിയില് പ്രധാനമായും വേണ്ടത്. അപ്പം ആദ്യം നമ്മൾ പ്രിലിമിനറി സ്റ്റേജ് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? നമ്മൾ കാര്യങ്ങള് ശ്രദ്ധയോടെ ശ്രവിക്കും. ശ്രവണം. അപ്പൊ വെറുതെ ഇരുന്ന് കേട്ടാൽ മതി. അപ്പം ഫണ്ടമെന്റൽ ആയിട്ട് വേണ്ടുന്ന 3 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഗർഭാവസ്ഥ പോലും വളരെ പ്രധാനമെന്ന് പറയുന്നത്. ഇത് പേരൻസ് കേൾക്കാനുള്ളതാണ്. ഒരു കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുമ്പോൾ നമ്മൾ നല്ലത് മാത്രം പറയുക, ഭഗവാനെ പറ്റി മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ആ ഉദരത്തിലിരിക്കുന്ന ആ അമ്മയുടെ
ഉദരത്തിലിരിക്കുന്ന ആ കുഞ്ഞ് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നു. ഇതിന്റെ കഥകളൊക്കെ പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഒരുപാട് കഥകൾ പറയാനുണ്ട്. അങ്ങനെ ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലേ കേട്ടാണ് പുറത്തോട്ട് വരുന്നത്. പുറത്തോട്ട് വരുമ്പോഴും അന്നേരം ആ കുഞ്ഞ് ഈ ശബ്ദത്തെയാണ് പിന്നെ വീണ്ടും ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ശബ്ദം എവിടേക്കാണെന്ന് പറഞ്ഞു നോക്കും. ഞാൻ കേട്ട, എന്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഞാൻ കേട്ട ശബ്ദം എന്താണ്? വീണ്ടും കുഞ്ഞ് ബാല്യാവസ്ഥയില് നമ്മളാണ് ആഹാരം കൊടുത്ത് ശീലിപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഭഗവത്ഗീതയിൽ, ഞാൻ ഒന്നും വിശദമായിട്ട് ഇപ്പൊ പോകുന്നില്ല, ഭഗവത്ഗീതയില് 3 തരത്തിലുള്ള ആഹാരം പറയുന്നുണ്ട്. അപ്പം ആ ആഹാരത്തിന്റെ ഗുണങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മാതാപിതാക്കന്മാർ, അച്ഛനമ്മമാർ തീരുമാനിക്കും, എന്റെ കുഞ്ഞ് നല്ല ബുദ്ധിയോടെ വളർന്നു വരയണമോ, നല്ല ആരോഗ്യത്തോടെ വളർന്നു വരയണമോ, അതല്ല അവന്റെ ഇഷ്ടം പോലെ വളരയണമോ എന്ന് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്നതിന്റെ ഫലമായിട്ട് ആ തീരുമാനത്തിനൊത്ത് നല്ല ബുദ്ധിയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആഹാരം കൊടുക്കണം. അപ്പം ഭഗവത്ഗീത, നമ്മുടെ ശാസ്ത്രം നോക്കുമ്പോൾ ശാസ്ത്രത്തിൽ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ. അതുകൊണ്ടാണ് പണ്ട് സ്നിഗ്ധമായ ആഹാരങ്ങൾ മാത്രം കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുന്നു. ആദ്യം എന്താണ്? വെണ്ണ. പിന്നെന്താണ്? അമ്മമാർക്ക് പറയാം. പിന്നെന്താ? അമ്മമാരാരും ഇവിടില്ലേ? കഴിച്ചവരെങ്കിലും പറയാം. നെയ്യ്. പിന്നെന്താ? എരിവും പുളിയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. എരിവും പുളിയുള്ളതൊന്നും നമ്മൾ ആ സമയത്ത് കൊടുക്കത്തില്ല, അല്ലേ? നമ്മൾ കൊടുക്കുന്ന വളരെ സ്നിഗ്ധമായതാണ്. നെയ്യ്, വെണ്ണ, പിന്നെ മധുരങ്ങള്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പിന്നെ മധുരം കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നത്. ഇതെല്ലാം കൊടുത്തു വരുമ്പോഴത്തേന് ശരീരം പുഷ്ടിപ്പെടും. എങ്ങനെ കൊണ്ട്? ശരിയായ ഊർജം കൊണ്ട് പുഷ്ടിപ്പെടുമ്പോൾ ശരിയായ രീതിയിൽ ബുദ്ധി ഉണരും. ഇപ്പോഴും കുട്ടികള് ഒരു ദിവസം 1 സ്പൂൺ വെണ്ണയെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് കൊളസ്ട്രോളും ഒന്നും വരാൻ പോകുന്നില്ല. ജോലി ചെയ്യാത്ത വലിയ അച്ഛനും അമ്മമാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ. കുട്ടികളൊക്കെ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പവും വരുന്നില്ല. ഓക്കെ. മാത്രമല്ല വെണ്ണയിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതായി. അപ്പം കഴിവതും 1 സ്പൂൺ വെണ്ണയെങ്കിലും കുഞ്ഞുങ്ങൾ കഴിക്കണം, അവരുടെ ബുദ്ധി വികാസത്തിന് വേണ്ടിയിട്ട് സ്നിഗ്ധമായിട്ട്. ചില കുട്ടികൾക്ക് ഇഷ്ടമാവില്ല എന്ന് എനിക്കറിയാം, എങ്കിലും നമ്മളാണ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശ്രവണം വെറുതെ കേട്ടിരിക്കുക. ഇന്ന് നമ്മുടെ പുഷ്പൻജിയാണ് വിളക്ക് കൊളുത്തുന്നത്. വിളക്ക് കൊളുത്തിക്കോളൂ. ഞാൻ അപ്പൊ നേരം നാമം ചൊല്ലും. കേട്ടിട്ട് ചെല്ലാൻ പറ്റുന്നവർക്ക് ചെല്ലാം, ഇല്ലെങ്കിൽ കേട്ടുകൊണ്ടേയിരിക്കാം. ഓക്കെ. പുഷ്പൻജിയുടെ വിളക്ക് കാണുന്നില്ലല്ലോ. കണ്ടു. വിളക്ക് കൊളുത്തിക്കോളൂ. നമാവോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ
ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരദിശേ നമഃ നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. അപ്പോൾ രാമായണത്തിന് ശ്രീരാമചന്ദ്രന് ചെറിയൊരു ബ്രേക്ക് കൊടുത്തിട്ട് നമ്മുടെ ശ്രീകൃഷ്ണനിലേക്ക് പോയി. ഓക്കെ, രാമചന്ദ്ര പ്രഭു ശ്രീരാമചന്ദ്രൻ ഏത് യുഗത്തിലായിരുന്നു? ത്രേതായുഗം. അപ്പൊ കൃഷ്ണൻ ഏത് യുഗത്തിലായിരുന്നു? ദ്വാപരയുഗം. അപ്പൊ ത്രേതായുഗത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ദ്വാപരയുഗത്തിലേക്ക് എടുത്ത് ചാടി, ഇല്ലേ? ശരിയല്ലേ? ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്ന് ആര് ജയരാധാ മാധവ പാടും?
ഓക്കെ, ചൊല്ലിക്കോ. ആ, അപ്പോഴത്തേനെ മുട്ടി തുടങ്ങിക്കോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ജയരാധ മാധവ സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാ ചെല്ലാമെന്ന് പറഞ്ഞത്? ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭാ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭാ ജയ ഗിരിവരധാരി ഗിരിവരധാരി ജയ യശോദനന്ദന ജയ ജയരഞ്ജന ജയ യമുനതിരപരചാരി ജയ കുഞ്ച ബിഹാരി ജയ യമുനതിരവനചാരി ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഓം തത്സത്. അപ്പോൾ വീണ്ടും നേരെ നമ്മള് സമയം കളയാതെ തന്നെ ആ ഭഗവാന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു, രാഹുൽ പറഞ്ഞു വൃന്ദാവനത്തില് ഭഗവാൻ ആദ്യമായിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം, അതിന് വേറെ എന്തോ ഒരു അർത്ഥമില്ലേ? വൃന്ദാവനത്തിന് ഭഗവാൻ ആദ്യമായിട്ടെന്ന് പറയുമ്പം വേറെ എവിടെയോ ഭഗവാൻ വീണ്ടും അവതരിച്ചിട്ടുണ്ട് എന്നല്ലേ? ആ വാക്കിന്റെ അർത്ഥം അങ്ങനല്ലേ? ഞാൻ വേറൊന്നും ചിന്തിക്കുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനല്ലേ? എല്ലാവർക്കും മൈക്ക് സംസാരിക്കാൻ പറ്റുന്നവർക്ക്, മറുപടി പറയാൻ പറ്റുന്നവർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, പെട്ടെന്ന് പറയുക. ഇത് അതെ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ശ്രീകൃഷ്ണൻ മധുരയിലുള്ള കാരാഗ്രഹത്തിലല്ല ജനിച്ചേ? അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ, മധുര എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി വൃന്ദാവനം എന്ന് ആണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമ്മൾ എടുത്തു പറയുമ്പോൾ മധുരയിൽ എന്ന് നമ്മൾ ഒന്നുകൂടെ പറയും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം എവിടെയോ വേറെ ഭഗവാൻ ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല, ഞാൻ വേറെ ശാസ്ത്രം റെഫർ ചെയ്യുന്നില്ല, ഒന്നും റെഫർ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ സെന്റൻസിന് മാത്രം വൃന്ദാവനത്തിൽ ഭഗവാൻ ആദ്യമായിട്ട് ജനിച്ചു. വൃന്ദാവനത്തിൽ ആദ്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. പ്രഭു, വൃന്ദാവനത്ത് യശോദമ്മയുടെയും നന്ദഗോപരുടെ മകനായിട്ടല്ലേ ജനിച്ചേ? അതെ, വൃന്ദാവനത്തിൽ യശോദ നന്ദഗോപരുടെ മകനായിട്ട് വരും, യശോദാമ്മയുടെ. അപ്പം ഞാൻ അങ്ങോട്ട് വന്നില്ല, ഇങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ആ ഒരു സെന്റൻസിൽ മാത്രം എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം മറ്റു പലയിടത്തും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്, ഭഗവാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയും വരും എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. അത് സത്യമാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ
ഭൂമിയിൽ കൃഷ്ണനായിട്ട് വന്നു. എത്ര അവതാരങ്ങളുണ്ട്? നമ്മൾ കേട്ടിട്ടുണ്ട്, 10 അവതാരങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, 22 അവതാരങ്ങൾ 22 അവതാരങ്ങൾ എന്ന് ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കേട്ടത് നമ്മൾ നേരത്തെ ചൊല്ലിയിട്ടുണ്ട്, ദശാവതാര സ്തോത്രം ചൊല്ലിയിട്ടുണ്ട്. ആ ദശാവതാര സ്തോത്രം ആർക്കെങ്കിലും കാണാതെ അറിയാമോ? ഋജുമാതാജി അറിയാമോ ദശാവതാര സ്തോത്രം? ഇല്ല പ്രഭു, അറിയില്ല. പ്രീതമാതാജിക്ക് അറിയാമോ? ഇല്ല പ്രഭു, അറിയത്തില്ല. നമ്മള് ഇനി മനോജി ദശാവതാര സ്തോത്രം പഠിച്ചതാണ് മറന്നു അല്ലേ? ഞാൻ പറയാം. ആ, പ്രളയപയോധി ജലേ ധൃതവാനസി വേദം വിഹിതവൈദ്രചൈത്രമേദം കേശവശരീരാ शिदिरिह विपुलतरे तिष्ठति तव पृष्ठे धरणिधरणखिल चक्रगरिष्ठे केशवप्रेता कूर्मशरीरा जय जगदीश हरे, जय जगदीश हरे। वसति दर्शन शिखरे धरणी कल्पलग्ना शशिनि कलंक कलेव निमग्ना केशवग्रदा सुंदररूपा जय जगदीश हरे, जय जगदीश हरे। तव कर कमलवरे नगमद्भुत शृङ्गम् दलित हिरण्यकशिपोर्धनुभृङ्गम् केशवदा नरहरिरूपा जय जगदीश हरे, जय जगदीश हरे। चलयसि विक्रमणे बलिमद्भुत वामना पदनग नीरज जन पावना केशवप्रेता वामन रूपा जय जगदीश हरे, जय जगदीश हरे। प्रिय रुधिरमये जगदवगत पावम् स्नपयसि पयसि समीद भवतापम् केशवप्रेता रघुपतिरूपा जय जगदीश हरे, जय जगदीश हरे। विदरसि दिक्षुरणे दिक्पदि कमनीयम् दशमुखमौलिबलिं रमणीयम् केशवप्रेता रामशरीरा जय जगदीश हरे, जय जगदीश हरे। वहसि वपुषि वसदेव वसनं जलदाभम् हलादिभिहिति मिलितयमुनाभम् केशवप्रेता हलधररूपा जय जगदीश हरे, जय जगदीश हरे। निन्दसि यज्ञविधेनः श्रुतिजातम् सदय हृदय दर्शित पशुगादम् केशवप्रेता पूर्णशरीरा जय जगदीश हरे। म्लेच्छ निवह निन्दनि कलयसि करवालम् धूमकेतु इव किम् अपि करालम् केशवप्रेता कल्कि शरीरा जय जगदीश हरे, जय जगदीश हरे।
ശ്രീ ജയദേവാരിതമുദിതമുദാരം ശ്രീ സുഗതം ശുഭദം ഭവസാരം ജഗദീശ ഹരേ ജഗദീശ ഹരേ. ശ്രീ ജയദേവ കവേരിതമുദിതമുദാരം ശൃണു സുഖദം ശുഭദം ഭവസാരം കേശവധൃതാ ദശവിധരൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. വേദാനുദരതേ ജഗന്തി വഹതേ ഭൂഗോളം ഉദ്ഭിരതേ ദൈത്യം ധാരയതേ ബലിം ചല്യതേ ക്ഷത്രക്ഷയം കുർവതേ പൗരസ്ത്യം ജയതേ ഹലം കലയതേ കാരുണ്യം ആത്മന്തേ മ്ലേച്ഛാൻ മൂർച്ഛയതേ ദശകൃത്കൃതേ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ ശ്രീകൃഷ്ണായ തുഭ്യം നമഃ. ഈ ദശ അവതാര സ്തോത്രത്തില് നമ്മള് എന്താണ് ശ്രദ്ധിച്ചത്? ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ 10 അവതാരങ്ങളിൽ കൃഷ്ണന്റെ അവതാരം എവിടെ പറഞ്ഞു, എന്നിട്ട് അവസാനം എന്താണ് പറഞ്ഞത്? അതായത് ഈ അവതാരങ്ങളെല്ലാം ഭഗവാൻ ഈ കൃഷ്ണനിൽ നിന്നാണ് ഉണ്ടായത്. എന്നിട്ട് ദ്വാപര യുഗത്തില് ആ കൃഷ്ണൻ തന്നെ നമുക്ക് നേരിട്ട് നമ്മുടെ മുന്നിൽ വരികയും ചെയ്യും. എന്നിട്ട് അർജുനനോട് പറയുകയാണ്, വിശ്വരൂപ ദർശനത്തില് ഭഗവത്ഗീതയില് 11ാമത്തെ അധ്യായത്തിൽ നമുക്ക് പോകാം. അർജുന, ഞാൻ ഈ കാണിച്ച രൂപങ്ങളെല്ലാം ഇതെല്ലാം ഞാൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ കാണിക്കുന്നതെന്ന് കൂടെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് അതിനുള്ള കാണാനുള്ള ഒരു കഴിവ് ആ കണ്ണിന് ഞാൻ ഇപ്പൊ തരാമെന്നൂടെ പറയും. എന്നിട്ട് കൃഷ്ണൻ തന്നെ എല്ലാ അവതാരങ്ങളെയും അന്നേരം അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. സമസ്ത പ്രപഞ്ചങ്ങളെയും കാണിക്കുന്നു, എന്റെ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മള് കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയുന്നത്. ആരാണോ ഇത്രയും അവതാരങ്ങൾ കാണിച്ചത് ആ ഭഗവാൻ തന്നെ നേരിട്ട് നമ്മുടെ അടുത്ത് വന്നു. അതിനും ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ജയദേവ കവികളാണ് ഈ ദശാവതാര സ്തോത്രം ചൊല്ലിയത്. അപ്പൊ അതിന് അവസാനം ജയദേവ കവികൾ ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു. അപ്പം ചൊല്ലുകയാണ് വീണ്ടും, ഓ ലോർഡ് കൃഷ്ണ, ഐ ഓഫർ മൈ ഒബീസിയൻസസ് അണ്ടു യു who appear in the form of these 10 incarnation. In the form of Matsya, you rescue the Vedas. As Karma, you bear the Mandara mountain on your back. As Varaha, as Kurma, you bear the Mandara mountain on your back. As Varaha, you lift the earth with your tusk. And the form of Narasimha, you tear open the chest of the Daitya Hiranyakashipu. In the form of Vamana, you trick the Daitya king Bali by asking him for only 3 steps of land, and then you take away the old universe from him by expanding your steps. As Parashurama, you stay all of the wicked Kshatriyas, and as Ramachandra, you conquer the Rakshasa king Ravana. In the form of Balarama, you carry a plough with which you subdue the wicked and draw toward you the river Yamuna. As Lord Buddha, you show compassion towards all the living beings suffering in this world. And at the end of Kali Yuga, you appear as Kalki to bewilder the Mlechas, degraded low-class men. ഇനി അടുത്ത വരാൻ പോകുന്ന അവതാരത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഏത് അവതാരമാണ് വരാൻ പോകുന്നത്? അറിയാമോ? കൽക്കി. കൽക്കി എവിടാ വരാൻ പോകുന്നതെന്ന് അറിയാമോ? ഏത് ചൈനയിലെ ഏത് വില്ലേജ് ആണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ശാമ്പള. ശാമ്പള എന്ന വില്ലേജിലാണ്
കൽക്കി വരാൻ പോകുന്നു. ഇനി പ്രത്യേകം ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്, ഒരു നോട്ട്ബുക്കും കൂടെ എടുത്തു വെച്ചിരിക്കണം. വെറുതെ ചില കാര്യങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കാം, ഇങ്ങനെ കുറിച്ചുകൊണ്ടേയിരിക്കാം. ശാമ്പള എന്ന വില്ലേജിലാണ് വരാൻ പോകുന്നത്. അവിടെ വന്നിട്ട് എല്ലാ ദുഷ്ടശക്തികളെയും ഭഗവാൻ നശിപ്പിച്ച് ഒരു എന്താ പറയുന്നേ, റിനൗൺസിയേഷന്റെ ഭാഗമായിട്ട് എല്ലാം ഡീമോളിഷ് ചെയ്തിട്ട് വീണ്ടും ഒരു യുഗം നമ്മൾ ആരംഭിക്കും, സത്യയുഗം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു. വീണ്ടും ശ്രീകൃഷ്ണൻ വന്നിട്ടില്ല. കൃഷ്ണനെ വരാൻ പോയി നമ്മളിങ്ങനെ എല്ലാരും റെഡിയാണോ? കൃഷ്ണനെ വരവേൽക്കാൻ എല്ലാം റെഡിയാണോ? വെൽക്കം ചെയ്യാൻ റെഡിയാണോ? കൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? എന്തോ? ഹരേ കൃഷ്ണ പ്രഭു. ഈ ശാമ്പല വില്ലേജ് എവിടെയാ? ചൈനയില്. ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ. ശാമ്പള. ഓക്കെ. അപ്പം പറഞ്ഞു വന്നത്, ഭഗവാനെ വെൽക്കം ചെയ്യാൻ എല്ലാവരും റെഡിയാണോ? റെഡിയാണ്. റെഡിയാണോ? ഓക്കെ. ഓക്കെ. അനബി റെഡിയാ? രാശി എല്ലാരും റെഡിയാണല്ലോ? കൃഷ്ണൻ എന്താ വരാൻ ഉദ്ദേശിച്ചത് അതറിയാമോ? മാതാജി ആ ശ്ലോകം എടുത്തു വെച്ചേരെ. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. ഞാൻ PDF പേജ് എല്ലാവർക്കും അയച്ചു തന്നിരുന്നു. ഓക്കെ. ഇപ്പോഴ് ഭഗവാനെ നമ്മൾ വെൽക്കം ചെയ്യാൻ റെഡിയാവുക. നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ, സ്കൂളിൽ പോകുന്ന എന്തിനാ? പഠിക്കാൻ. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ? പഠിക്കാൻ. അപ്പം എന്തെങ്കിലും കാര്യത്തിനായിരിക്കും നമ്മൾ എവിടെങ്കിലും പോകുന്നത്, അല്ലേ? അല്ലേ? പുറത്തോട്ട് പോകുന്ന എന്തിനാ? ഐസ്ക്രീം വാങ്ങിക്കാൻ. ഐസ്ക്രീം വാങ്ങിക്കാനോ? അപ്പം ഭഗവാൻ വന്നതും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഇല്ലേ? അപ്പൊ ഇനി ആ കഥയിലോട്ട് നമ്മൾ പോവുകയാണ്. ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം കുറേയേറെ മനുഷ്യന്മാരും ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്മാരെല്ലാം ചിലര് കള്ളന്മാരായിരുന്നു, മോഷ്ടാക്കളായിരുന്നു, മറ്റ് എന്താ പറയുക ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത്തരം ആൾക്കാര് ജനിച്ചു കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഭൂമി ദേവിക്ക് ഭാരം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം കള്ളത്തരങ്ങളുള്ള, കപടതകളുള്ള, ചീറ്റിംഗ് ടെൻഡൻസിയുള്ള ആൾക്കാർ ജനിച്ചപ്പോഴത്തേന് ഭൂമിക്ക് ഭാരം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭാരം സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഭൂമി ദേവി ആദ്യമായിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെല്ലുകയാണ്. ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അങ്ങല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്, ഞങ്ങളെയെല്ലാം സൃഷ്ടിച്ചത് അങ്ങല്ലേ. പക്ഷെ അങ്ങയുടെ സൃഷ്ടിയിൽ ഒരുപാട് കള്ളന്മാരുണ്ടായിട്ടുണ്ട്, ചീറ്റിംഗ് ടെൻഡൻസി ഉള്ളവരുണ്ടായിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ എന്താ പറയുന്നത്, ആ കള്ളത്തരങ്ങൾ കൊണ്ട്, ചീറ്റിംഗ് ടെൻഡൻസി കൊണ്ട് എനിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ തരണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു,
നോക്കൂ, എനിക്ക് ക്രിയേഷനുള്ള പവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ സൃഷ്ടിച്ചു, പക്ഷെ ആക്ച്വലി സൃഷ്ടിച്ചത് ഞാനല്ല. സൃഷ്ടി ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് തന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ആരാണോ എനിക്ക് ക്രിയേറ്റിംഗ് പവർ തന്നത്, ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ എനിക്ക് ആരാണോ തന്നത്, അദ്ദേഹത്തിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയുക. വേറെ ഇടയ്ക്ക് മഹാദേവരുടെ അടുത്ത് പോകുന്നുണ്ട്, മഹാവിഷ്ണുവിന്റെ അടുത്ത് പോകുന്നുണ്ട്, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഓക്കെ. അങ്ങനെ ബ്രഹ്മാവ് ഭൂമിദേവിയെയും കൂട്ടി മഹാവിഷ്ണുവിനെയും കൂട്ടി കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കൃഷ്ണൻ എവിടാ താമസിക്കുന്നേ? ആ, എവിടെ? വൈകുണ്ഠത്തില്. പിന്നെ ഓക്കെ, ചിലര് വൈകുണ്ഠം എന്ന് പറഞ്ഞു, ചിലര് വൃന്ദാവനം എന്ന് പറഞ്ഞു. ഇനിയും പറയൂ. ആ, പറഞ്ഞു. ദ്വാരക. ദ്വാരക. ഇനി പറയൂ. ഓക്കെ, പറയൂ. വൃന്ദാവനം പറഞ്ഞു. ഈ മാതിരി ആ ശ്ലോകം എടുത്തു വെക്കണേ. എവിടെയാണ് ഭഗവാൻ താമസിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, പറഞ്ഞു. മാതാജി കേൾക്കുന്നുണ്ടോ? മാതാജി ആ, ഓക്കെ. എത്ര പേര് ആൻസർ പറഞ്ഞു? വൈകുണ്ഠം എന്ന് പറഞ്ഞു, പിന്നെ വൃന്ദാവനം പറഞ്ഞു, പിന്നെ ദ്വാരക പറഞ്ഞു, പിന്നെ പിന്നൊന്നും പറഞ്ഞില്ല അല്ലേ? ഓക്കെ. അപ്പം ഭഗവാൻ വൈകുണ്ഠത്തില് മഹാവിഷ്ണുവാണ്. ഓക്കെ. അതിനും ഉപരിയായിട്ട് ഒരു ലോകമുണ്ട്. എന്താണ് ആ ലോകത്തിന്റെ പേര്? ഗോലോക വൃന്ദാവനം. ഓക്കെ. ഗോലോക വൃന്ദാവനം എടുത്തു വെക്കണ ശ്ലോകം ന ഭാസയതേ ലോകോ, അതാണ് തുടക്കം വരുന്നത്. ഓക്കെ. അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും വൈകുണ്ഠ ലോകത്ത് പോയി വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ടുപോയി, കൈലാസത്ത് പോയി മഹാദേവരെയും കൂട്ടിക്കൊണ്ട് ഇവരെല്ലാരും കൂടെ എവിടെ പോകുന്നു? ഗോലോക വൃന്ദാവനത്തിലെത്തി. ഗോലോക വൃന്ദാവനം. അപ്പൊ ഭഗവാൻ എവിടെയാണ് അറ്റ് പ്രസന്റ് എവിടെയാണ് സ്ഥിതി ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാം ഗോലോക വൃന്ദാവനം എന്നുള്ളത്. എന്റെ ഭഗവത്ഗീത വളരെ ചെറിയ അക്ഷരമാണ്, വലിയതാണ്. നദ്ഭാസയതേ സൂര്യോ, അത് 15-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകമാണ്. ഓക്കെ. നോക്കട്ടെ. എന്തോ ചൊല്ലിക്കോളൂ. നദദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമാ പരമം മമ. അതിന്റെ അർത്ഥം കൂടെ. പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോഴ് ഭഗവാൻ എവിടെ വസിക്കുന്ന എല്ലാവരും എഴുതി വെച്ച് പിന്നീട് നോക്കാം. ഞാനിതെല്ലാം ഇന്ന് തന്നെ ഇട്ടു തരാം. 15-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകത്തില് ഭഗവാന്റെ വാസസ്ഥാനം എവിടാണെന്ന് പറഞ്ഞിരിക്കുന്നു. നദദ്ഭാസയതേ സൂര്യോ
ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരുന്നതുമില്ല. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകം, മെറ്റീരിയൽ. അപ്പം ഒരിക്കലും ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്ത് സ്ഥിരമായിട്ട് നമുക്ക് വസിക്കാൻ പറ്റും. ഇങ്ങോട്ട് വരേണ്ട ആവശ്യമേ ഇല്ല. എന്താ സുഖം! പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, അല്ലേ? എപ്പോഴും ഭഗവാന്റെ അടുത്ത് കളിച്ച് രസിച്ച് സൂചിച്ച് നടക്കാം. എത്ര ഗോപികമാര്, എത്ര ഗോപന്മാര് ഭഗവാന്റെ അടുത്ത് കളിച്ച് നടക്കുന്നുണ്ട്. ഭഗവാൻ കഴിക്കുന്നതെല്ലാം നമുക്ക് കിട്ടും. എന്താ സുഖം! അങ്ങനെ ഇവരെല്ലാരും കൂടെ ഗോലോക വൃന്ദാവനത്തിലെത്തി. ഗോലോക വൃന്ദാവനത്തിൽ എത്തിയപ്പോഴാണ് അവിടെ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നത്. ഭഗവാന്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു. ആ കൂട്ടുകാരിയുടെ പേരാണ് ചന്ദ്രാനന. എഴുതി വെച്ചു, ചന്ദ്രാനന. ചന്ദ്രാനന. ചന്ദ്രാനന ചോദിച്ചു, നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പം ബ്രഹ്മാവ് ഒന്ന് ഞെട്ടി. എന്നെ അപ്പം ബ്രഹ്മാവിനെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴ് ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ബ്രഹ്മാവാണ്. അപ്പൊ ചന്ദ്രാന ചോദിച്ചു, ഏത് ബ്രഹ്മാവാണെന്ന് ചോദിച്ചു. ബ്രഹ്മാവ് ഞെട്ടിപ്പോയി. ഞാനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്. അപ്പം എന്നെ അറിയാത്തവരാരുണ്ട് എന്ന് ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ബ്രഹ്മാവിന് ചെറിയൊരു അഹങ്കാരം വന്നു. ഞാനാണെല്ലാം. ഇത് തന്നെയാണ് നമുക്കും വരുന്നത്. നമ്മളെ കൊണ്ടെല്ലാം പറ്റും, അല്ലെ നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം മഹാവിഷ്ണു സഹായത്തിന് വന്നു. വാമന അപ്പം ലക്ഷണം പറഞ്ഞു കൊടുത്തു. വാമന അവതാര കാലത്ത് വാമനന്റെ പെരുവിരൽ കൊണ്ട് ഒരു നദി ഉത്ഭവിച്ചു. നദിയുടെ പേരെന്താ? നദിയുടെ പേരെന്താ? ഗംഗാനദി. അതുകൊണ്ടാണ് ഗംഗ ഇത്രയും പുണ്യമായത്. ഗംഗാനദി. ആ നദി ഉത്ഭവിച്ച സ്ഥലമാണ്, അവിടെയാണ്, അവിടെ നിന്ന് വരുന്ന ബ്രഹ്മാവാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിലെ ആ ഒരു കഥ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നാരദ മഹർഷിയും ബാഹുലേശ മഹാരാജാവും തമ്മിലുള്ള സംഭാഷണമാണ്. നാരദ മഹർഷിയും ബാഹുലേശൻ, ആ രാജാവിന്റെ പേരാണ് ബാഹുലേശൻ. ഭഗവാന്റെ വലിയൊരു ഭക്തനാണ്, വലിയൊരു ഭക്തനാണ്. ഇപ്പം വരാഹകൽപ്പത്തിലാണ് ഈ കഥയുണ്ടാകുന്നത്. വരാഹകൽപ്പം. അപ്പം നാരദ മഹർഷി ബാഹുലേശ രാജാവിനോട് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അസുരന്മാരുടെയും ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെയും ഭാരം സഹിക്കവയ്യാതായപ്പോൾ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം ധരിച്ച് അനാഥയെ പോലെ ഉറക്ക കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ച് ദേവന്മാരെയും ശ്രീ പരമേശ്വരനെയും കൂട്ടി ശ്രീഹരിയുടെ വൈകുണ്ഠത്തിലെത്തി. അനന്തകോടി ബ്രഹ്മാണ്ഡപതിയായ ശ്രീകൃഷ്ണനെ സമീപിക്കാൻ മഹാവിഷ്ണു ബ്രഹ്മാവിനെ ഉപദേശിച്ചു. മഹാവിഷ്ണുവിന് ഉപരിയായി മറ്റൊരു ദേവനെ തനിക്ക് പരിചയമില്ലെന്നും അതുകൊണ്ട് ശ്രീകൃഷ്ണ സന്നിധിയിലേക്കുള്ള മാർഗം കാണിച്ചു തരുവാൻ കനിവുണ്ടാകണമെന്നും ബ്രഹ്മാവ് അപേക്ഷിച്ചു. ബ്രഹ്മാണ്ഡത്തിന്റെ മുകളിൽ ശ്രീ വാമനമൂർത്തിയുടെ ഇടത്തെ കാലിന്റെ പെരുവേൽ തട്ടിയുണ്ടായതും
ബ്രഹ്മദ്രവം ഒഴുകി വരുന്നതുമായ വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. മഹാവിഷ്ണുവും കൂടെ പുറപ്പെട്ടു. വിഷ്ണുവും ബ്രഹ്മാവും ദേവന്മാരും ജലവാഹനം വഴിക്ക് ബ്രഹ്മാണ്ടത്തിന് പുറത്തെത്തി. അവിടെ എത്തി നോക്കുമ്പോൾ വെള്ളത്തിൽ പന്തുകൾ പോലെ പൊങ്ങിക്കിളയ്ക്കുന്ന അനവധി ബ്രഹ്മാണ്ടങ്ങൾ അവർക്ക് കാണാറായി. അവിടെ നിന്നും കോടിക്കണക്കിന് യോജന അകലെ നമ്മുടെ ഗാലക്സി ഇല്ലേ, ഈ ഗാലക്സിയെ പറ്റിയാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഗാലക്സിയെ പറ്റി പഠിച്ചിട്ടില്ലേ? അപ്പം അവിടെ നിന്നും കോടിക്കണക്കിന് യോജന അകലെ അവർ വിരജാ നദിയുടെ തീരത്തെത്തി. നോട്ട് ചെയ്യണം ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ചെന്നെത്തുന്നത്, എതിലേക്കൂടൊക്കെയാണ് പോകുന്നത്. മറ്റുള്ളവർക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കണം, ഈ ചരിത്രമായിട്ടുള്ള കഥകൾ. ഓക്കെ, അങ്ങനെ അവർ വിരജാ നദിയുടെ തീരത്തെത്തി. വിരജാ നദിയുടെ കരയിൽ 1000 ഫണങ്ങളുള്ള ആദിശേഷനെയും, ആദിശേഷൻ ആരാ? ആ, രുചിക്ക് ഏതോ പറയാൻ വരുന്നല്ലോ. ആദിശേഷൻ ആരാ? ബലരാമൻ. അതെ, അനന്തൻ ബലരാമൻ. ആദിശേഷനെയും ആദിശേഷന്റെ മടിയിൽ ഗോലോകവും അവർക്ക് ദൃശ്യമായി. പിന്നീട് അങ്ങോട്ട് കൃഷ്ണപാർഷദന്മാരാൽ തടയപ്പെട്ടു കൊണ്ട് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഭഗവാന്റെ സഹായികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ആ കവാടത്തിൽ എൻട്രൻസിൽ ബ്ലോക്ക് ചെയ്തു അവരെ. ബ്രഹ്മാവും ദേവന്മാരും വന്ന വിവരം അന്തഃപുരത്തിൽ ചെന്ന് അറിയിച്ചപ്പോൾ ചന്ദ്രാനന എന്ന ശ്രീകൃഷ്ണ സഖി പുറത്തു വന്ന് അവരോട് ചോദിച്ചു, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ്, ഏത് ഗാലക്സിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നോക്കൂ, എല്ലാവരും ചൊവ്വയിൽ ജീവനുണ്ട്, പിന്നെന്താ ചന്ദ്രനിൽ ജീവനുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ശാസ്ത്രത്തിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗാലക്സിയിലും ലിവിങ് ബീയിങ്സ് ഉണ്ട്. ഓരോ ഗാലക്സിയും നമ്മൾ പറയുന്നത് ബ്രഹ്മാണ്ടം എന്നാണ്. അപ്പൊ ഓരോ ബ്രഹ്മാണ്ടത്തിലും അവിടുത്തെ നേച്ചറിനനുസരിച്ചിട്ടുള്ള ലിവിങ് ബീയിങ്സ് ഉണ്ട്. പക്ഷേ നമ്മൾക്കത് കാണാൻ പറ്റത്തില്ല. നമ്മുടെ കേൾവി ശക്തി, കാഴ്ചശക്തിക്ക് നമുക്ക് ഡിഫറൻസ് ഉണ്ട്. ഒരു മനുഷ്യന്റെ കാഴ്ചശക്തിയും ഒരു മൃഗത്തിന്റെ കാഴ്ചശക്തിക്കും തമ്മിൽ വ്യത്യാസമില്ലേ? ഒരു പരുന്തിന്റെ ആ കാഴ്ചശക്തിയും നമ്മുടെ കാഴ്ചശക്തിയും ഒരേപോലെയാണോ? അല്ല. അപ്പൊ നമുക്കെല്ലാം കണ്ടു എന്ന് പറയാൻ പറ്റുമോ? നമുക്കെല്ലാം കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, ചില ശബ്ദങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. നമുക്ക് ചില കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി കാണാനും കേൾക്കുകയും ചെയ്യാമെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും സയന്റിസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഗാലക്സികളിൽ പോകാൻ. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് അവർക്ക് അത് സക്സസ് ആവാൻ പറ്റില്ല. കാര്യം ചില ലിമിറ്റേഷൻസ് മനുഷ്യനുണ്ട്. ആ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മറ്റൊരർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് ചന്ദ്രാനന ഏത് ബ്രഹ്മാണ്ടങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പം അമ്പരന്ന് നിൽക്കുന്ന ദേവന്മാരോട് ചന്ദ്രാനന പറഞ്ഞു, ബ്രഹ്മാണ്ടങ്ങൾ കോടിക്കണക്കിനുണ്ട്. സ്വന്തം വസതിയുടെ പേർ കൂടി അറിയാത്ത നിങ്ങൾ വിഡ്ഢികൾ തന്നെ. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന വിഷ്ണു പറഞ്ഞു, അപ്പൊ വിഷ്ണു സഹായത്തിനെത്തി. വിഷ്ണു പറഞ്ഞു, ഏതൊരു ബ്രഹ്മാണ്ടത്തിലാണോ കൃഷ്ണഗർഭൻ അവതരിച്ചത്, വാമനമൂർത്തിയുടെ കാൽനഖം തട്ടിയുടഞ്ഞ ആ ബ്രഹ്മാണ്ടത്തിലാണ് ഇവരുടെ വാസം. ഇത് കേട്ട ചന്ദ്രാനന വിഷ്ണുവിനെ അഭിനന്ദിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തു. കൃത്യമായ ആൻസർ പറഞ്ഞതുകൊണ്ട് അവർക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി. അത്യുത്കൃഷ്ടമായ ഗോലോകത്തിന്റെ അന്തർഭാഗം കണ്ട് അവരെല്ലാം വിസ്മയാധീനരായി. ഗിരിരാജനായ ഗോവർദ്ധനം, കോടിക്കണക്കിന് പശുക്കൾ, കൽപ്പവൃക്ഷങ്ങൾ, ലതാനുകുഞ്ചങ്ങൾ, സുന്ദരിമാരായ ഗോപസ്ത്രീകൾ, പരമരമണീയമായ വൃന്ദാവനം എന്നിവയെല്ലാം അവർക്ക് കാണാറായി. വൃന്ദാവനത്തിന്റെ മധ്യത്തിലായി 32 വനങ്ങളോട് കൂടിയ നിജനികുഞ്ചം എന്നൊരു വള്ളിക്കുടില്. നമ്മൾ കുടിലെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടാ കാണുന്നത്, പക്ഷെ വലിയൊരു വള്ളിക്കുടിലാണ്. അപ്പം നോട്ട് ചെയ്യണം, സ്ഥലത്തിന്റെ പേര് പറയുന്നത് വൃന്ദാവനത്തിന്റെ മധ്യത്തിലായി 32 വനങ്ങളോടുകൂടിയ. ഇപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഈ ഭൂമിയിലെ വൃന്ദാവനത്തിൽ പോകുമ്പോഴും ഇതുപോലെ കുറെ വനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയാണ്
ഭഗവാൻ ആ ഗോലോക വൃന്ദാവനത്തിൽ പറഞ്ഞിരിക്കുന്ന വനങ്ങളും ഈ ഭൂമിയിൽ എത്തിയെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ. വൃന്ദാവനത്തിന്റെ മധ്യത്തിലായി 32 വനങ്ങളോടുകൂടിയ നിജനികുഞ്ചം എന്നൊരു വള്ളിക്കുടില് അവിടെ വലിയൊരു പേരാൻ മരമുണ്ട്. ആ പേരാൻ മരത്തിന്റെ പേരാണ് അക്ഷയവടം. എഴുതി വെച്ചു, അക്ഷയവടം. പേരാൻ മരത്തിന്റെ പേരാണ് അക്ഷയവടം. വൃന്ദാവനത്തിലെ പേരാൻ മരത്തിന്റെ പേര് അക്ഷയവടം. 32 വനങ്ങളോടുകൂടിയ നിജനികുഞ്ചം എന്നൊരു വള്ളിക്കുടില് അക്ഷയവടം എന്ന ഊക്കനൊരു പേരാൻ മരം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. രത്നങ്ങൾ പാകിയതും മുകളിൽ വിധാനിച്ചതുമായ വിസ്തൃതമായ ഒരു അങ്കണം. നിജനികുഞ്ചത്തിന്റെ മധ്യത്തിലായി ദേവന്മാർ ആ അങ്കണത്തിൽ വിനയാന്യതരായി നിന്നു. പിന്നീടാണ് വേറൊരു വലിയൊരു മഹാസംഭവം കാണുന്നത്. അപ്പം 32 വള്ളിക്കുടില് കണ്ട് വൃന്ദാവനത്തില് അതിൽ വലിയൊരു വൃക്ഷം അക്ഷയവടം എന്ന പേരാൽമരം നമ്മൾ കണ്ടു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വീടും എല്ലാം അത്ഭുതകരമാണ്. ഈ അടുത്തിടയ്ക്ക് അത്തരം ഒരു താമര ഇങ്ങനെ ഒരു വാട്സപ്പ് ഷോട്ട് കണ്ടിരുന്നു. വലിയൊരു അക്ഷയവടം കണ്ടു. പിന്നെ അവിടെ വലിയൊരു അത്ഭുതമായ സംഭവം കാണാൻ പോവുകയാണ്. 1000 ഇതളുകളുള്ള ഒരു താമരപ്പൂ. ഈ ഇടയ്ക്ക് വാട്സപ്പിൽ ആരെങ്കിലും ആ ഫോട്ടോ കണ്ടിരുന്നോ? ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നോ? കണ്ടു. ഇതെല്ലാം ആക്ച്വൽ ആണെന്നുള്ളത് മനസ്സിലായല്ലോ, സത്യം തന്നെ ആണെന്ന് മനസ്സിലാവുന്നല്ലോ. അവിടെ 1000 ഇതളുകളുള്ള ഒരു താമരപ്പൂവും അതിനുമീതെ 7 ഇതളുകളുള്ള വേറൊരു താമരപ്പൂവും അതിനു മുകളിൽ 3 സ്റ്റെപ്പുള്ള 3 ചവിട്ടുപടികളുള്ള രത്നമയമായ ഒരു സിംഹാസനവും അവർക്ക് കാണാറായി. അപ്പം അവരെന്താ കണ്ടത്? 1000 ഇതളുള്ള താമരപ്പൂവ്, അതിന്റെ മുകളില് 7 ഇതളുള്ള താമരപ്പൂവ്, അതിന്റെ മുകളില് 3 സ്റ്റെപ്പുള്ള വലിയൊരു സിംഹാസനം. ആ ദിവ്യ സിംഹാസനത്തിൽ രാധാദേവിയോട് ഒന്നിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണനെ അവർ കണ്ടു. ഭഗവാനും രാധാദേവിയും അവിടെ ഇരിക്കുന്നു. അപ്പൊ ഭഗവാൻ എവിടാ ഇരിക്കുന്നത്? ഭഗവാന്റെ വാസസ്ഥാനം എവിടെയാണ്? ഗോലോക വൃന്ദാവനം. ആ ഗോലോക വൃന്ദാവനത്തിൽ അപ്പം അത് പറയുന്ന ശ്ലോകം ഏത് ശ്ലോകമാണ് കോട്ട് ചെയ്യേണ്ടത്? 15-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ ശ്ലോകം. ഓക്കെ. അവിടെ സൂര്യചന്ദ്രന്മാരില്ല. കാര്യം ഭഗവാൻ എന്നുള്ള ശരീരത്തിൽ നിന്ന് ഭയങ്കര പ്രകാശമാണ്, ഭയങ്കര ഐശ്വര്യമാണ്, ഭയങ്കര റിഫ്ലക്ഷൻ ആണ് വരുന്നത്. അപ്പം അവിടെ ആ ദിവ്യ സിംഹാസനത്തിൽ രാധാദേവിയോട് ഒന്നിച്ച് ഇരുന്നരുടുന്ന ശ്രീകൃഷ്ണനെ അവർ കണ്ടു. മോഹിനി മുതലായ 8 സഖീജനങ്ങളും എത്ര പേരാ? അഷ്ടസഖികളും പിന്നെ സുധാമാവ് തുടങ്ങി 8 ഗോപസഖാക്കളും. അപ്പം അഷ്ടസഖികളും അഷ്ടസഖാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഭഗവാനെ പരിചരിക്കുന്നു. നീലമേഘവർണ്ണനായി പീതാംബരധാരിയായി നീണ്ടിടം പൊട്ട താമര കണ്ണുകളുള്ളവനായി കയ്യിൽ മുരളിയും ധരിച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ കസ്തൂരി തിലകം ലലാടപടലേ വട്ടസ്ഥലേ കൗസ്തുഭം. കസ്തൂരി തിലകം ലലാടപടലേ വട്ടസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ പരമൗസികം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം മുക്താവലി. അവിടെ നീലമേഘവർണ്ണനായി പീതാംബരധാരിയായി നീണ്ടിടംപെട്ട താമര കണ്ണുകളുള്ളവനായി കയ്യിൽ മുരളിയും ധരിച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് അവരെല്ലാവരും അവിടെ തന്നെ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ മഹാവിഷ്ണു അവരുടെ കൂട്ടത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു. അപ്പൊ മഹാവിഷ്ണു ഉടനെ ഭഗവാന്റെ അങ്ങ് മെർജ് ചെയ്തു. കാര്യം ഭഗവാനിൽ നിന്ന് ഡയറക്റ്റ് ആണ് മഹാവിഷ്ണു വന്നത്. അപ്പം അതുകൊണ്ട് മഹാവിഷ്ണു ഭഗവാനിലേക്ക് മെർജ് ചെയ്തു. ഉടൻ തന്നെ പൂർണ്ണനായ നരസിംഹമൂർത്തിയും ശ്വേതാധിപനായ ശ്രീഹരിയും സീതാസമേതനായ ശ്രീരാമനും ദക്ഷിണ എന്ന പത്നിയോടുകൂടി യജ്ഞമൂർത്തിയായ നാരായണനും ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിച്ചു. അപ്പൊ നരസിംഹ ഭഗവാൻ മെർജ് ചെയ്തു, ശ്രീരാമചന്ദ്രമൂർത്തി മെർജ് ചെയ്തു,
കൃഷ്ണനിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് പിന്നെ അങ്ങോട്ടെല്ലാം അങ്ങോട്ട് മെർജ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് ആശ്ചര്യശ്രദ്ധനായ ബ്രഹ്മാവും ദേവന്മാരും ശ്രീകൃഷ്ണൻ പരിപൂർണമകനെന്ന് അറിഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു. പരാൽപരനും യജ്ഞപതിയും രാധാപരനും പുരാണപുരുഷനും ഗോലോകവാസിയുമായ നിന്തിരുവടിക്ക് നമസ്കാരം. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യണം അവര്. പരാൽപരനും യജ്ഞപതിയും രാധാവരനും പുരാണപുരുഷനും ഗോലോകവാസിയുമായ നിന്തിരുവടിക്ക് നമസ്കാരം. വൃന്ദാവനത്തിന്റെയും ഗോവർദ്ധനത്തിന്റെയും ഗോലോകത്തിന്റെയും നാഥനായി ഗോവേഷം ധരിച്ച് രാധികാവല്ലഭനായി പീഡിക്കുന്ന അവിടുന്ന് ധർമ്മപ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ ഉദ്ധരിക്കണമേ. ഭൂമിദേവി സങ്കടം പറയുകയാണ്. എന്നിങ്ങനെയുള്ള ദേവന്മാരുടെ സ്തുതി കേട്ട് അത്യന്തം പ്രസന്നനായ ഭഗവാൻ പറഞ്ഞു, ഹേ ബ്രഹ്മശങ്കരന്മാരെ, ദേവന്മാരെ, കേൾക്കുവിൻ. എന്റെ ആജ്ഞ അനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ സ്ത്രീജനങ്ങളും യാദവ കുലത്തിൽ ചെന്ന് ജനിക്കുവിൻ. അങ്ങനെ ഭഗവാൻ സൊല്യൂഷൻ പറയുകയാണ്. ഞാൻ അവിടെ അവതരിച്ച് ഭൂഭാരം തീർത്തുകൊള്ളാം. അങ്ങനെ ഭൂമിയുടെ അപ്പൊ ആൻസർ വന്നു. ഭൂമിയിൽ എന്തിനാണ് ഭഗവാൻ വന്നതെന്ന്? ഭൂമിയിലെ അൺനെസസറി അൺബാലൻസ്ഡ് വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അൺബാലൻസ്ഡ് വെയിറ്റ് ആകുമ്പോ എന്ത് ചെയ്യണം? അൺബാലൻസ് ആരാണ് എന്താണെന്ന് ഒന്ന് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭൂമിയിലേക്ക് വരികയാം പറഞ്ഞു. ഒരു മിനിറ്റ്. ഭൂമിയിലേക്ക് വരാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ എന്റെ വചനങ്ങൾ വേദങ്ങളും ഇപ്പൊ ഭഗവാൻ പറയുകയാണ്. ഇപ്പൊ ഭഗവാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. എന്റെ വചനങ്ങൾ വേദങ്ങളും മുഖം ബ്രാഹ്മണരും ശരീരം ഗോക്കളും അംഗങ്ങൾ ദേവന്മാരുമാകുന്നു. സജ്ജനങ്ങളാണ് എന്റെ ജീവൻ. അപ്പൊ നല്ലവരാണ് ഭഗവാന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, ജീവൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. സജ്ജനങ്ങളാണ് എന്റെ ജീവൻ. യുഗം തോറും ദുർജനങ്ങൾ ധർമ്മം, യാഗം, ദയ എന്നിവയെ ബാധിക്കുന്നത് എപ്പോഴാണോ അപ്പോഴപ്പോൾ ഞാൻ നേരിട്ട് വന്ന് അവതരിക്കുന്നതാണ്. അപ്പൊ വൃന്ദാവനത്തിൽ ഭഗവാൻ അവതരിച്ചു എന്ന് പറയുമ്പം വീണ്ടും എവിടേക്കോ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. എവിടെയൊക്കെ സജ്ജനങ്ങൾക്ക് നല്ലവർക്ക് ദോഷം സംഭവിക്കുന്നുവോ അവിടെ അവരെ സംരക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കും. ദേവന്മാരോടുള്ള ഈ പ്രതിജ്ഞ കേട്ടിട്ട് രാധാദേവി പറഞ്ഞു. അപ്പോഴാണ് രാധാദേവി ഇന്റർഫെയർ ആയത്. അപ്പം ഇഷ്ടം എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി പ്രോമിസ് ചെയ്ത് വിട്ടു. അപ്പോഴാണ് രാധാദേവി ചോദിക്കുന്നത്, എന്നെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? സാധാരണ ഭാര്യമാര് ചോദിക്കുന്നത്. ശ്രീരാമചന്ദ്രനോടും സീതാദേവി ഇത് തന്നെയാണ് പറഞ്ഞത്. സീതാദേവി അങ്ങനെ നിർബന്ധം പിടിച്ച് ശ്രീരാമചന്ദ്രന്റെ പുറകെ. അപ്പൊ ഇവിടെ ഭഗവാനെ, അങ്ങ് ഭൂഭാരം തീർക്കാനായി ഇവിടെ നിന്നും പോയാൽ ആ വിരഹാർത്തി മൂലം ഞാൻ ശരീരം ത്യജിക്കുന്നതാണ് പതിവ്രതയായ ഭാര്യ. അല്ലെങ്കിൽ ഭഗവാൻ രാധയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, രാധേ നീ കുണ്ഠിതപ്പെടരുത്, നാം രണ്ടുപേരും ഒരുമിച്ച് ഭൂമിയിൽ അവതരിക്കും. പക്ഷേ വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും യമുനാ നദിയും ഇല്ലാത്തിടത്ത് എനിക്ക് യാതൊരു സുഖവും ഉണ്ടാവില്ലെന്ന് ആര് പറഞ്ഞു? രാധാദേവി പറഞ്ഞു. കാര്യം രാധാദേവിക്ക് കളിക്കുകയും ചിരിക്കുകയും തൂയിക്കുകയൊക്കെ വേണം. അപ്പൊ എന്ത് ചെയ്തു? രാധയുടെ അഭീഷ്ടം നിറവേറ്റാനായി അപ്പോഴാണ് ഭൂമിയിൽ വൃന്ദാവനം സൃഷ്ടിക്കുന്നത്. രാധയുടെ അഭീഷ്ടം നിറവേറ്റാനായി ഗോലോകത്തിൽ നിന്നും 84 നാഴിക ഭൂമിയും ഗോവർദ്ധനവും യമുനാ നദിയും ഭൂമിയിൽ പോകട്ടെ എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു. അവിടുന്ന് അതേ വൃന്ദാവനത്തെ ഭഗവാൻ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഭഗവാന്റെ നിർദ്ദേശം കേട്ടിട്ട് ബ്രഹ്മാവ് ചോദിച്ചു, ഞാൻ എവിടെ ജനിക്കണം? അപ്പൊ ബ്രഹ്മാവ് ചോദിച്ചു, ഞാൻ എവിടെ ജനിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഈ ദേവന്മാർ ഏതേത് ഗ്രഹങ്ങളിൽ എന്തെന്ത് പേരുകൾ ജനിക്കണമെന്നും ചോദിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, വസുദേവ പത്നിയായ ദേവകിയിൽ ഞാൻ മധുരയിൽ ജനിക്കും. എന്റെ കലയായ, അതായത് ഭഗവാന്റെ അംശമായ ബലരാമൻ ആദിശേഷൻ രോഹിണിയിൽ ജനിക്കും. ഭഗവാൻ എല്ലാം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുകയാണ്. നോക്കൂ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം എന്ന് പറയുന്ന ഇതാണ്. അപ്പം ഉടനെ ഭഗവാൻ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അവിടെ ശ്രീദേവി രുക്മിണിയായും പാർവതി ജാമ്പവതിയായും തുളസി സത്യയായും ഭൂമി സത്യഭാമിയായും ദക്ഷിണ ലക്ഷ്മണയായും വിരജ കാളിന്തിയായും ഗംഗ മിത്രബിന്ദയായും അവതരിക്കും.
രുക്മിണിയിൽ കാമദേവൻ പ്രത്യുന്നനായി ജനിക്കും. അങ്ങ് ബ്രഹ്മാവ് പ്രത്യുജ്ഞപുത്രനായ അനിരുദ്ധനായി ജനിക്കുക. അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന വസുനന്ദനായിട്ടും ധര എന്ന ദ്രോണപത്നി യശോദയായും സുചന്ദ്രൻ വിഷഭാനുവായും കലാവതി കീർത്തിയായും ഭവിക്കും. കീർത്തിയെ രാധ ജനിക്കും. അമ്പാടിയിൽ ഞാൻ എപ്പോഴും രാസക്രീഡ ചെയ്യുന്നതാണ്. നന്ദൻ, ഉപനന്ദൻ, ഭവനൻ, സീതാമാവ്, സുബലൻ, സ്തോകൻ, കൃഷ്ണൻ, അർജുനൻ, അംശു എന്നിവർ നവനന്ദന്മാർ എന്നറിയപ്പെടും. ഭഗവാന്റെ കൂട്ടുകാരുടെ പേരാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. നവനന്ദന്മാർ ആരൊക്കെയാണ്? നോട്ട് ചെയ്തു. നവനന്ദന്മാര് നന്ദൻ, ഉപനന്ദൻ, ഭവനൻ, സീതാമാവ്, സുബലൻ, സ്തോകൻ, കൃഷ്ണൻ, അർജുനൻ, അംശു എന്നിവർ നവനന്ദന്മാർ എന്നറിയപ്പെടും. അതുപോലെ വിശാലൻ എന്തോ സുധാമാവ് പറഞ്ഞല്ലോ. ശ്രീതാമാവ്, സുധാമാവ് അല്ല, ശ്രീതാമാവ്, ശ്രീതാമാവ്. അതുപോലെ എന്തോ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാവോ? ആ, ഒരു പ്രാവശ്യം കൂടെ പറയണം അല്ലെ. നന്ദൻ, നന്ദൻ, ഉപനന്ദൻ, ഭവനൻ, ശ്രീതാമാവ്, സുബലൻ, സ്തോകൻ, കൃഷ്ണൻ, STHOKAN സ്തോകൻ, സ്തോകൻ, കൃഷ്ണൻ, അർജുനൻ, അംശു എന്നിവർ നവനന്ദന്മാർ എന്നറിയപ്പെടും. അതുപോലെ വിശാലൻ, ഋഷഭൻ, തേജസ്വി, ദേവപ്രസ്ഥൻ, വരുഭതൻ എന്നിവർ തന്റെ സഖാക്കളും 6 വിഷഭാനുക്കളിൽ ചേർന്നവരുമാണ്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഭൂമിയിലേക്ക് വരാൻ. അങ്ങനെ ഇനി ഭഗവാൻ സെലക്ട് ചെയ്ത് പറഞ്ഞോളൂ. ആ സുഹൃത്തുക്കളുടെ പേര് എനിക്ക് അത് 8 കിട്ടിയുള്ളൂ. 9 ഒരെണ്ണം. നന്ദൻ, ഉപനന്ദൻ, ഭവനൻ, സീതാമാവ്, സുബലൻ, സ്തോകൻ, കൃഷ്ണൻ, അർജുനൻ, അംശു. ഓക്കെ, ഇത്രയും പറഞ്ഞു. ഇനി ഭഗവാൻ വരാനുള്ള കാര്യം പറഞ്ഞു. ഭഗവാൻ എങ്ങനെ വരുമെന്ന് പറഞ്ഞു. ഭഗവാൻ വരുമ്പോൾ ആരൊക്കെ എന്തോ സ്തോകൻ, കൃഷ്ണൻ. ഇനി എന്തൊക്കെയാണ് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ വരാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ കൃഷ്ണൻ ദേവകി അമ്മയുടെ ഉദരത്തിൽ വരാനായിട്ട് തീരുമാനിച്ചു. വളരെ ശ്രേഷ്ഠമായവരുടെ ഉദരത്തിൽ മാത്രമേ ഭഗവാൻ വരികയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ വിളിക്കണമെന്ന് പറയുന്നത്. ഉദരത്തിൽ വന്നില്ലെങ്കിൽ കൂടി ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് പുത്രന്റെ ഭാവേന നമ്മളുടെ അടുത്തെത്തും. അവിടെയാണ് കുറൂരമ്മയ്ക്ക് ഭാഗ്യം കിട്ടിയത്, യശോദാമ്മയ്ക്ക് ഭാഗ്യം കിട്ടിയത്. അപ്പൊ അത്രയൊക്കെ ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സതതം കീർത്തയന്തോമ, എപ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്ത് നേരിട്ട് വരും. നേരിട്ട് വന്ന കാര്യങ്ങൾ സംസാരിക്കും. സത്യമാണ് പറയുന്നത്. പക്ഷെ ആത്മാർത്ഥമായിട്ടും എപ്പോഴും കൃഷ്ണനെ എപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ വന്ന് ദേവകി അമ്മയുടെ ഉദരത്തിൽ വന്ന് പിറന്ന് എത്രാമത്തെ പുത്രനായിട്ടാണ് വന്നത്? 8ാമത്തെ പുത്രനായിട്ട് വരികയാണ്.
8ാമത്തെ പുത്രനായിട്ട് വന്നിട്ട് വസുദേവരുടെ മുന്നില് എങ്ങനെയാണ് കണ്ടത്? ആദ്യം അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ആരാണെന്നുള്ളത്. ചതുർഭുജത്തിലൂടെ 4 കൈകളിലൂടെയാണ് ആദ്യം വസുദേവരെ കാണിക്കുന്നത്. എല്ലാം കാണിച്ചിട്ട് വീണ്ടും കൃഷ്ണൻ പറഞ്ഞു, വീണ്ടും ചെറിയൊരു കൊച്ചായിട്ട് മാറും. അതിനു മുമ്പിട്ട് കൃഷ്ണൻ പറയും, എന്നെ നേരെ എവിടെ കൊണ്ടുപോകണം? ഇപ്പൊ കംസൻ വരും. കംസൻ വരുമ്പം കംസന് നമുക്കൊരു പണി കൊടുക്കാം. മനസ്സിലായോ? ഭഗവാന്റെ ഭയങ്കര കളിവീരനാണ് ഭഗവാൻ. ഭയങ്കര കളിക്കാരനാണ്. നമുക്കൊരു പണി കൊടുക്കാം. അതുകൊണ്ട് എന്നെ എവിടെ കൊണ്ടുപോകണം? യശോദാമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്താൻ പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നിട്ട് അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുഞ്ഞിനെ എവിടെ കൊണ്ടു നിർത്താൻ പറഞ്ഞു. ആ പെൺകുഞ്ഞ് ആരാന്നറിയാമോ? ദുർഗാദേവി. ഭഗവാന്റെ അടുത്തൊരു ശക്തിയാണ് ദുർഗാദേവി. ആ ദുർഗാദേവിയെ ഇവിടെ കൊണ്ടെത്തിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഓക്കെ, ഇനി നമുക്ക് ആ ഭഗവാന്റെ അവതാരത്തിലോട്ട് കിടക്കാം. വേറെ എങ്ങോട്ടും പോകുന്നില്ല കൂടുതൽ. എടുത്തോ മാതാജി ആ ശ്ലോകം. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലാണ് ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് പറയുന്നത്. ദശമസ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് 9-10 ശ്ലോകത്തിലാണ്. ഞാന് PDF എല്ലാവർക്കും കിട്ടിയിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ പറയുകയാണ്. ബിജുമാതാജി കേൾക്കുന്നുണ്ടോ? കേക്കട്ടെ പ്രഭു, കേൾക്കുന്നുണ്ട്. ഓക്കെ, ചൊല്ലാൻ പറ്റുമോ? അയ്യോ എന്റെ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, പ്രീതമാതാജി എടുത്തിട്ടുണ്ടോ? അപർണേഷ് ഉണ്ടോ? അമ്മയുണ്ടോ അവിടെ? ഓക്കെ, വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. വളരെ സുന്ദരമായ ഒരു ശ്ലോകം. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരി ഉദായുധം ശ്രീവത്സലക്ഷം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈർധൂര്യ കിരീടകുണ്ടലത്പിശാ പരിശ്വസ്തസഹസ്രകുണ്ടലം ഉദാമകാഞ്ജം ഗദകങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത. ഹരേ കൃഷ്ണ. ഞാന് അയച്ചു തന്നതിനകത്ത് എന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എഴുതിയതില് 2-ാമത്തെ മേല് ദിശാ പരിഷക്ത സഹസ്ര കുണ്ടലം എന്നാണ് ഞാൻ എഴുതിയത്. ആക്ച്വലി ശരിയായ വീട് കുന്തളം എന്നാണ്. അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അത് തിരുത്തണം. മഹാർഘവൈഡൂര്യ കിരീട കുണ്ടലം ദിശാ പരിഷക്ത സഹസ്ര കുന്തളം. ഭഗവാന്റെ ആ വർണ്ണനയാണ്. ഭഗവാന്റെ രൂപത്തെ പറ്റി വർണ്ണിക്കുകയാണ്. എങ്ങനെയാണ് വസുദേവര് കണ്ടത് എന്ന്. വസുദേവരാരാ? ഭഗവാന്റെ പിതാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃഷ്ണന്റെ അച്ഛൻ. തമ്മത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദി ഉദായുധം. വളരെ മനോഹരവും അത്ഭുതകരവുമായിട്ട് ഭഗവാനെ കാണുകയാണ് വസുദേവര്. 4 തൃക്കൈകളോടെ, ഓരോ കയ്യിലും ശംഖും ചക്രവും ഗദയും ഉദായുധവും ആയുധവും ഒക്കെ ആയിട്ട്. ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം. ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം. കൗസ്തുഭമാണ് ഈ ധരിച്ചിരിക്കുന്നു. പീതാംബരം, നല്ല മഞ്ഞ വസ്ത്രം. പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാവൈഡൂര്യ കിരീടകുണ്ടലം. വൈഡൂര്യങ്ങൾ പിടിപ്പിച്ചിരിക്കുന്ന പതിപ്പിച്ചിരിക്കുന്ന മഹാവല്യ കിരീടം. ദിശാപരിഷക്ത സഹസ്രകുന്തളം. നല്ല ചുരുളനായിട്ടുള്ള, നല്ല നീളമുള്ള, നല്ല ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന മുടികള്. ഉദ്ദാമകാഞ്ചി അങ്കദ കങ്കണാദി. കൈകളിലൊക്കെ നല്ല വളകൾ ധരിച്ചിരിക്കുന്നു. വിരോചമാനം വസുദേവ ഈക്ഷത. അങ്ങനെ മനോഹരമായ ഭഗവാനെ, അത്ഭുതനായ ആ അത്ഭുത രൂപത്തെ വസുദേവർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദി ഉദായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഘവൈഡൂര്യ കിരീടകുണ്ടലം
ദിശാ പരിഷത്ത് സഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചി കങ്കത കങ്കണാദി വിരോചമാനം വസുദേവ ഐക്ഷത. അതിന്റെ മീനിങ് ട്രാൻസ്ലേഷൻ ആർക്ക് വായിക്കാൻ പറ്റും? ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഞാൻ കൊടുത്തത്. ആർക്ക് വായിക്കാൻ പറ്റും? മലയാളം ആർക്കെങ്കിലും അറിയാമെങ്കിൽ മലയാളവും വായിക്കാം. ഓക്കെ, ഇംഗ്ലീഷ് ആർക്ക് വായിക്കാം? ആരില്ല, ആരും കൈവെക്കുന്നില്ല. അഭിനവ് അനവി വെട്ടം കാണുന്നില്ലല്ലോ, ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുക. ഞാൻ പറയട്ടെ. Vasudeva then saw the newborn child who had very wonderful lotus-like eyes and who bore in his four hands the four weapons, Chakra, Gada and Padma. Changa, Chakra, Gada and Padma. Okay, and the next sentence Avarnesha വായിച്ചോളൂ. അറിയാമോ? എല്ലാവരും PDF എടുത്തിട്ടുണ്ടോ? On his chest. Yes, Vasta. On his Vasudeva then saw the newborn child who had. Second sentence. അത് പറഞ്ഞു. Second sentence. On his chest. On his chest was the mark of Srivatsa, and on his neck the brilliant Kaustuba gem. Dressed in yellow, his body blackish like a dense cloud. His scattered hair. Okay. Hare Krishna. Next ആർക്ക് വായിക്കാം? രാഹുൽ. His എടുത്തില്ലല്ലേ? വായിച്ചോളൂ. And his helmet and earrings sparkling. അതിനു മുമ്പ് his body blackish like a dense cloud, his scattered hair fully grown, and his helmet and earrings sparkling on commonly with the valuable gem Vaiditya. Vaidurya. Hare Krishna. Valuable gem Vaidurya. നെക്സ്റ്റ് ആർക്ക് വായിക്കാൻ പറ്റും? ഋഷികേശ് വായിക്കാൻ പറ്റുമോ? The child decorated with a brilliant belt, armlet, bangles, and other ornaments appeared very wonderful. The last sentence ഒന്നുകൂടി അതിൽ കൃഷ്ണൻ വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. എന്തോ കാർത്തികയ്ക്ക് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ, വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. The child decorated with a brilliant belt, armlet, bangles and other ornaments appeared very wonderful. ഇതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളയിടുന്നത്, പൊട്ടുകൂട്ടുന്നത്, അരഞ്ഞാണം ഇടുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ശാസ്ത്രം. ഇത് കണ്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്യുകയാണ്. അതാ. പക്ഷെ ഭഗവാനെ ആരും ഓർമ്മിക്കത്തില്ല. എല്ലാരും കൊണ്ടിട്ട് സ്വർണ്ണം ഇടും, കരിവളയിടും, മറ്റേതിടും, മറിച്ചിടും. പക്ഷെ എന്താണ് ഇടുന്നത്, എന്തുകൊണ്ടാണ് ഇടുന്നത് ഒന്നും പറയത്തില്ല. ഭഗവാനെ റെപ്രസെന്റ് ചെയ്താണ് കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നത്. 5 വയസ്സ് വരെ ഭഗവാന്റെ അംശം, ഭഗവാൻ തന്നെ എന്ന് നമ്മൾ പറയും. ഭഗവാന്റെ റെപ്രസെന്റ് ആയിട്ടാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പം വീണ്ടും തുടർന്ന് വളർന്നു വരുമ്പോഴും അത് ഭഗവാന്റെ അംശമാണ് എന്നുള്ള രീതിയിൽ വേണം ഭഗവാൻ കുഞ്ഞുങ്ങളെ വളർത്താൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് രീതിയിൽ വളർത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഇപ്പൊ അതെല്ലാം മാറി. അപ്പം അച്ഛനും അമ്മയും തീരുമാനിക്കണം എങ്ങനെ കുട്ടികളെ പിന്നീട് ഭഗവാന്റെ അംശമായിട്ട് വളർത്തണമോ. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ ആഹാരങ്ങൾ കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് അവിടെ ടൈം ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ ശാസ്ത്രപ്രകാരം നമ്മൾ തീരുമാനിക്കും. തമ്മത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലിഷ്മം കലശോഭികൗസ്തുഭം
പീതാംബര സാന്ദ്ര പയോധ സൗഭഗം മഹാർഘ വൈഡൂര്യ കിരീട കുണ്ടലം ദിശാ പരിഷക്ത സഹസ്ര കുന്തളം ഉദ്ദാമ കാഞ്ചി അംഗത കങ്കണാദിവിർ വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവ then saw the newborn child who had a very wonderful lotus-like eyes and who bore in his four hands the flower weapons Shanga, Chakra, Gada and Padma. On his chest was the mark of Srivatsa and on his neck the brilliant Kaustubhajam, dressed in yellow, his body blackish like a dense cloud, his scattered hair fully grown and his helmet and earrings sparkling commonly with the valuable gem Vaidurya. The child decorated with a brilliant belt, amulets, bangles, and other ornaments appeared very wonderful. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. അങ്ങനെ നമ്മൾ ഭൂമിയിലോട്ട് ഭഗവാനെ വെൽക്കം ചെയ്തു, ഗ്ലോറിഫൈ ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു കൃഷ്ണ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഹരേ കൃഷ്ണ. ഇനി നമ്മള് ഭാഗവതത്തിലെ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്ത ചില ശ്ലോകങ്ങളാണ്. ആ ശ്ലോകം ഞാൻ ചൊല്ലാം, കേട്ടുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ചിലർക്ക് ആദ്യമായിട്ടായിരിക്കാം. ഓക്കെ. കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം ആസാഗ്രേ വരമൗക്തികം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കേശമുക്താവലി ഗോഹസ്തേ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. ഇത് ഭാഗവതത്തിലെ ധ്യാന ശ്ലോകം എന്ന് പറയും. ധ്യാന ശ്ലോകത്തിലെയാണ് ഇത്. രചിച്ചത് വില്വമംഗലം സ്വാമിയാരാണ്. ഇനി നമ്മൾ അടുത്ത സ്തുതി പോകുന്നത് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലോട്ടാണ്. അതിലെ 10ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ ശ്ലോകം ചൊല്ലാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ബർഗാപീഠം നടവരവു കണ്ണയോഹോ കന്നികാരം. എല്ലാവരും ഭഗവാനെ മനസ്സിൽ ആവാഹിച്ച് ഭഗവാനെ ഇങ്ങനെ ഓർമ്മിക്കുക, രൂപം ഓർമ്മിക്കുക. നമ്മൾ കണ്ടു ചതുർഭുജങ്ങളോടുകൂടി, കൈകളിലെ വളകളോടുകൂടി, കൗസ്തവമണിയോടുകൂടി, വൈഡൂര്യരത്നത്തോടുകൂടി ഭഗവാനെ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഭഗവാൻ നമ്മുടെ മുന്നിൽ ശോഭിച്ചു നിൽക്കുകയാണ്. ആ ഭഗവാനെ, ആ കൗസ്തവമണി എല്ലാം കണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ, അങ്ങ് എത്ര മനോഹരമാണ് ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ നാഥനാണ്. ബർഗാപീഠം നടവരവപു കർണയോഹോ കർണികാരം വിഹൃത്വാസ കനക കവിസം വൈജയന്തിഞ്ചമാലം രന്ധ്രാൻ വീണോ രഥരസുതയ ആഭൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപരമണം സദ്ഗീതാകീർത്തികി. അടുത്തത് 59ാമത്തെ 59th ചാപ്റ്ററിലെ 26ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇനി വീണ്ടും അടുത്ത് പറയുന്നത്. ദശമസ്കന്ധമാണ് എല്ലാം പറയുന്നത്. അതിൽ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. 59ാമത്തെ 59th ചാപ്റ്ററിൽ 26th ശ്ലോകമാണ് പറയുന്നത്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. ഭഗവാനെ സ്തുതിക്കുകയാണ്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. വീണ്ടും നമ്മൾ 28ാമത്തെ 27, 28 ശ്ലോകത്തിലോട്ട് പോവുകയാണ്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ ഉന്നബോധായ തേ നമഃ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ ഉന്നബോധായ തേ നമഃ. അജായ ജനയിത്രേ അസ്യ ബ്രഹ്മണേ അനന്തശക്തയേ അജായ ജനയിത്രേ അസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാപരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ശ്ലോകം
എന്നും ചൊല്ലുന്നത് നല്ലതാണ്. ഞാൻ ഇനിയും PDF പേജില് അടുത്ത ശ്ലോകത്തിലോട്ട് പോയിട്ട് ബോറടിച്ചോ എല്ലാവരും? ബോറടിച്ചോ? ബോറടിച്ചെന്നാണോ ഋഷികേശ് പറയാൻ പറഞ്ഞേ? ആണോ? കുറച്ചുണ്ട്. പക്ഷെ രാമായണം അപ്പൊ കഴിഞ്ഞിട്ട് ചിങ്ങമ്മ അപ്പൊ രാമായണം ഹോപ്പായി. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ബ്രഹ്മാവ് പറയുന്ന ഈ ബ്രഹ്മസംഹിതയിലെ ഒരു ശ്ലോകം നമ്മൾ പറയും. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ബ്രഹ്മാവ് പറയുകയാണ് ഭഗവാനെ കുറിച്ച്, എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരൻ ശ്രീകൃഷ്ണനാണ്, ഗോവിന്ദനാണ്, ശാശ്വതമായ സത്വയുടെയും ജ്ഞാനത്തിന്റെയും ആനന്ദത്തിന്റെയും മൂർത്തഭാഗമാണ്. നമുക്ക് എന്തൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടോ, എന്തൊക്കെ ആനന്ദം കിട്ടുന്നുണ്ടോ, അതിന്റെ എല്ലാം കാരണം ഭഗവാനാണ്. അപ്പം നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പി ആയി കഴിഞ്ഞാൽ ആദ്യം എന്തോ ചെയ്യണം? ഭഗവാൻ ഒരു സ്വീറ്റ് കൊണ്ട് കൊടുക്കണം. ഐസ്ക്രീം ആർക്കാ ആദ്യം കൊടുക്കേണ്ടത്? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അല്ലേ? കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഇല്ലേ? പ്രൈസ് ദ ലോർഡ്. ഭഗവാനെ കീർത്തിക്കണം. ഹരേ കൃഷ്ണ. എന്ത് ചെയ്യും? ഐസ്ക്രീം കൊണ്ട് കൊടുക്കും അല്ലേ? ഐസ്ക്രീം ഇല്ല. അതെ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ഭഗവാന്റെ ജന്മങ്ങള് നമ്മൾ പറഞ്ഞു. ശ്രീരാമചന്ദ്രനും അതുപോലെയാണ്. ശ്രീരാമചന്ദ്രനും അതുപോലെയാണ് അവതരിച്ചത്. അയോധ്യയില് ശ്രീരാമചന്ദ്രൻ ജനിക്കേണ്ട കാര്യവും അത് തന്നെയായിരുന്നു. എല്ലാം ഒന്ന് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, എവിടൊക്കെ നമ്മൾ ചീറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ടോ, എവിടൊക്കെ കറപ്ഷൻ വരുന്നുണ്ടോ, അവിടെ എല്ലാം ഒരു റീ എസ്റ്റാബ്ലിഷ്മെന്റ് ആവശ്യമാണ് അല്ലേ? സിസ്റ്റത്തിൽ വൈറസ് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആന്റിവൈറസ് ഇടും. അപ്പം ഭഗവാൻ ഒരു ആന്റിവൈറസ് ആണല്ലേ? ഇല്ലേ? നമ്മുടെ റിപ്പോർട്ട് ആന്റിവൈറസിന് ഉപരിയായിട്ട് പിന്നെന്താ പറയുന്നത്? ആന്റിവൈറസ് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെന്താ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ? സെക്യൂരിറ്റി സിസ്റ്റം അല്ലേ? ടോട്ടൽ സെക്യൂരിറ്റി സിസ്റ്റം. അപ്പം വെറും ആന്റിവൈറസ് അല്ല ഭഗവാൻ, ടോട്ടൽ സെക്യൂരിറ്റി സിസ്റ്റമാണ്. അപ്പൊ ഈ ടോട്ടൽ സെക്യൂരിറ്റി സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം? ആദ്യം എന്താ ചെയ്യുന്നത്? സ്കാൻ ചെയ്യും അല്ലേ? അപ്പൊ നമ്മള് ഭഗവാന്റെ മുന്നിൽ ശരണാഗതി പ്രാപിക്കും. അതാണ് സ്കാനിങ് ഇടൂ എന്ന് പറയുന്നത്. നമ്മള് ഭഗവാന്റെ മുന്നില് സാഷ്ടാംഗം ശരണാഗതി പ്രാപിച്ച് ഭഗവാനെ കൃഷ്ണ എന്നെ ടോട്ടൽ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ഭഗവാൻ നമ്മളെ സ്കാനിങ് ഇടും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതെല്ലാം വൈറസാണ്. അതിനെ എടുത്ത് എടുത്തു കളയും അല്ലേ? അപ്പൊ അതിന്റെ ഈ ടോട്ടൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഈ സ്വിച്ച് ഓൺ ആണ്. എന്താണ് സ്വിച്ച് ഓൺ? ആ വൈബ്രേഷൻ എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ബോറടിച്ചവർക്ക് ആദ്യം സംസാരിക്കാം. പറഞ്ഞോളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ചോദ്യം ചോദിക്കാണ്. ചോദിച്ചു. കൽക്കിന്റെ ജനനത്തിനെ കുറിച്ച് ചോദിച്ചില്ലേ? കൽക്കിന്റെ ശാമ്പല വില്ലേജില് ജനിക്കുന്ന ഭാഗവതത്തിനകത്ത് അത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രഭു പഠിപ്പിച്ച 33-ാമത്തെ ശ്ലോകയില് 10 chapter 10.33 അതിനകത്ത് ഭഗവാൻ പറയുന്നുണ്ട് and of creators I am Brahma. പക്ഷെ he is also a part of the creation of this planet. അപ്പൊ ഭഗവാൻ ഈ ക്രിയേറ്റർ ആണെങ്കിൽ ഭഗവാന്റെ ഡെസ്റ്റിനി മാറ്റാനും പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെ കൽക്കിന്റെ ശാമ്പല വില്ലേജിൽ തന്നെ ജനിക്കുന്ന എങ്ങനെ പറയാൻ പറ്റും? എന്തിനാ ജനിച്ചെന്നല്ലേ? അവിടെ ജനിച്ചെന്തിനാന്നല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ
തദാത്മാനം സൃജാമ്യഹം. എവിടെയൊക്കെ ധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നുവോ ലോകത്തിന് ആദ്യമായിട്ടുള്ള ഒരു വേസ്റ്റ് കൺട്രി ആയിരിക്കും ഏത്? ചൈന. യെസ്. അതുകൊണ്ട് അവിടെയുള്ള അധർമ്മം പൊട്ടിക്കുന്നതാണ് ഭഗവാൻ അവിടെ ജനനാക്കണേ. അവിടെ വന്ന് അവിടെ ഒരു ഭക്തൻ ഉണ്ടാവും. ആ ഭക്തനിലാണിക്കും ഭഗവാൻ ജനിക്കുന്നത്. മനസ്സിലായോ? എല്ലായിടത്തും ഒരു ഭക്തന്റെ ഒരു അംശം ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ ഒരു ഭക്തനിലൂടെ അവിടെ വരും. ഓക്കെ. ആ ഭക്തനിലൂടെ വന്നിട്ട് വേറെ ഒരു റോളുമില്ല ഭഗവാന്. എല്ലാം ഡിമോളിഷ് ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്. ഋഷികേശ് എന്തോ പറഞ്ഞല്ലോ? അതൊക്കെ ഒരു അധർമ്മത്തിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. ഈ അധർമ്മം അങ്ങ് വളർന്ന് അതിന്റെ പരമപ്രാപ്തിയിലെത്തുമ്പോൾ ഭഗവാൻ ഒരു കളിക്കായിട്ട് വരും. ഓക്കെ. ഋഷികേശ് എന്താ പറഞ്ഞേ? ന്യൂട്ടാണ് ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അഭിനവിന്റെ മുറിക്കാത്ത വെട്ടമില്ലല്ലോ, ഒളിച്ചിരിക്കുക. ക്യാമറ പ്രോബ്ലം ആണ്. ഓക്കെ. ഇനി എന്തെങ്കിലും ലൈറ്റ്. ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന്റെ എല്ലാം യൂട്യൂബ് ഇതേപടി യൂട്യൂബിൽ കാണും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നോക്കാൻ പറ്റും. ഞാൻ ലിങ്ക് അയച്ചു തരാം ഇതേ സ്ക്രീനോടുകൂടി. ഓക്കെ. മനോജിക്കൊക്കെ പിന്നീട് എന്റെ ആയകാല സ്മരണകൾ എന്നുള്ളൊരു പുസ്തകം എഴുതാൻ കേട്ടോ. ഹരേ കൃഷ്ണ. ഓക്കെ. പുഷ്പൻജിയൊക്കെ ഇങ്ങനെ കഥകൾ എഴുതാൻ തുടങ്ങും. ഓക്കെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ സ്ക്രീനിൽ ഇടുന്നത്. ഓക്കെ. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കൃഷ്ണ.